നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൈയെടുക്കട അവരുടെ ദേഹത്തുനിന്ന്. ഇനി ഒരിക്കൽ കൂടി പറയില്ല. നിന്റെയൊക്കെ നെഞ്ചത്ത് ദ്വാരം വീഴുമ്പോഴേ കാര്യം മനസ്സിലാവും. ഇനി വന്ന പോലെ മടങ്ങിപ്പോക്കോണം. നിന്നെയൊക്കെ അയച്ചവനോട് ചെന്ന് പറഞ്ഞേക്ക് അഡ്വക്കേറ്റ് വേണുഗോപാൽ വന്ന് രാധയെ കൊണ്ടുപോയിന്ന്. നിക്കണ്ട, വണ്ടിയെടുത്ത് വന്ന വഴിക്ക് വിട്ടോ. പൊക്കോ. ഇനി ഇവിടെ പരിസരത്ത് കണ്ടുപോരുത്. നിങ്ങൾ പേടിക്കണ്ട, ഇത് ലൈസൻസ് ഉള്ളതാ. എന്തായാലും ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാൻ തോന്നിയത് നന്നായില്ലേ? ഇനിയിപ്പോ താമസിക്കണ്ടല്ലോ, പോവാ നമുക്ക്. ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല വേണുവേട്ട. രാധേ, ഈ അവസാന നിമിഷം വാക്ക് മാറ്റുകയാണോ നീ? എനിക്ക് വേണ്ടിയല്ല, ഇത്രയും കാലം അഭയം നൽകിയ ഈ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാ. മുരളിയെ പോലീസ് കൊണ്ടുപോയിരിക്ക. അതെന്തായെന്നറിയാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. നന്ദി കേടാവോ അത്? അതൊരു ഫേക്ക് കേസാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം മേഘനാഥൻ തന്നെയാണ്. കാരണം അവന്റെ ആളുകൾ ഇവിടെ വരുമ്പോ വീട്ടിലെ ആണുങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറണമായിരുന്നു. അധികം തടസ്സങ്ങളില്ലാതെ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവാൻ. എന്റെ ഊഹം ശരിയാണെങ്കിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് തന്നെ കുറെ കഴിയുമ്പോൾ വിടും. അതുകൊണ്ട് ആ കാരണം പറഞ്ഞ് രാധ വരാതിരിക്കരുത്. നോക്ക്, ഒരു ദേശം മുഴുവൻ കാത്തിരിക്കാൻ നിന്നെ. സുഭദ്രാമയെ ഓർത്തെങ്കിൽ നീ വന്നേ പറ്റൂ. എന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ, നമ്മുടെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നീ മനസ്സ് വെക്കണം. ഞാൻ ബാക്കി വെച്ച എല്ലാ കർമ്മങ്ങളും നീ പൂർത്തിയാക്കണം. ഇനി അത് ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയൂ. പൊയ്ക്കോട്ടെ ഞാൻ. നിങ്ങൾ ഇവിടെ നിന്നാ മതി. പോയവര് ഉടൻ തിരിച്ചു വരും. നിങ്ങളുടെ കണ്ണീര് എന്റെ ധൈര്യം കെടുത്തുകയുള്ളൂ. തൃപ്പങ്ങോട്ട് രക്തമല്ലേ നമ്മള്. ധൈര്യമായിട്ടിരിക്കുക. പോവുകയാ ഞാൻ. പോയിട്ട് വരാന്ന് പറ. ശരി, പോയിട്ട് വരാം. വരൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.